ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. കൂടാതെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹാഫ് പഫ് സ്ലീവ് ആണ് ഈ ഒരു ബ്ലൗസിന് ഞാൻ കൊടുത്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലൗസ് ചെയ്യാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ ബ്രൊക്കേഡ് ടൈപ്പ് മെറ്റീരിയലാണ്. സ്ലീവിൻ്റെ പഫ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/4 മീറ്ററിൽ ടിഷ്യൂ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങിനായിട്ടും ഞാനിവിടെ 1 മീറ്റർ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അതിനായിട്ട് തുണി ഇതുപോലെ 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ഷോൾഡർ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6.5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിലാണ് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അടുത്തതായി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഞാനിവിടെ 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 10.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നോക്കാം. എനിക്കിവിടെ 20 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. താഴെ നമ്മൾ മടക്കി അടിക്കുന്നത് കൊണ്ട് കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ടാപ്പ് ഇതുപോലെ വെച്ച് 14 ഇഞ്ചിലൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് ഞാനിവിടെ 8 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിന്റ്സുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിവശത്തും 10.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ലൈനിങ്ങിൽ തന്നെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്ന് വരച്ചു കൊടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം. ശേഷം ടാപ്പ് ഇതുപോലെ കോർണറിൽ വെച്ച് 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പോയിന്റിലൂടെ നെക്ക് റൗണ്ടിൽ വരച്ചു കൊടുക്കാം. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആം ഹോളിൽ ടാപ്പ് വെച്ചിട്ട് ഒരു 5.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ ബെസ്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 9 ഇഞ്ചാണ് ബെസ്റ്റ് ലെങ്ത്ത് വരുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ ടാപ്പ് ഇതുപോലെ വെച്ച് 4 ഇഞ്ച് ഇതുപോലെ സെൻറ്ററിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് വരുന്ന ഭാഗത്തും ഇതേപോലെ 4 ഇഞ്ച് സെൻറ്ററിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ടോപ്പിൻ്റെ താഴെ നമുക്ക് ആദ്യം 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ തന്നെ ഒരു 5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെഷർമെൻറ്റ്സ് എല്ലാം എല്ലാ സൈസുകാർക്കും സെയിം ആയിരിക്കും. ഇനി നമുക്ക് ആം ഹോളിൽ മാർക്ക് ചെയ്ത 5.5 ഇഞ്ചിൽ നിന്ന് സെൻറ്ററിൽ മാർക്ക് ചെയ്ത 4 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴെ മാർക്ക് ചെയ്ത 3.5 ഇഞ്ച് വരെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു ലൈന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിൽ ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് ആവശ്യമില്ല. ഇനി ഈ ഒരു ലൈനിലൂടെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
എന്നിട്ട് ഇതിൽ നിന്ന് ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കും ആദ്യം ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മെയിൻ ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് ടോപ്പ് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് ലൈനിങ് പീസുകൾ ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസുകളും ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. തുണിയുടെ ഉൾവശത്ത് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ച് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മുകളിൽ സ്ക്രീനിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ പാർട്ടും സൈഡ് പാർട്ടുകളും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിനായിട്ട് തുണിയുടെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പഫ് വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് തുണി ആദ്യം ഇതുപോലെ 4 ആയി മടക്കി ഇട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് ടോട്ടൽ വേണ്ടത് 15 ഇഞ്ചുമാണ്. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ആം ഹോൾ ലെങ്ത്ത് വരുന്ന പോർഷനിൽ ഒരു 6 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു 6 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സാധാരണ സ്ലീവിന് മാർക്ക് ചെയ്യുന്ന എല്ലാ മെഷർമെൻറ്റ്സും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ആം ഹോൾ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് 9 ഇഞ്ചിൽ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് 3 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെയും 6 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു 6 ഇഞ്ച് വിട്ടിട്ട് സ്ലീവിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ നമുക്കിനി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ആ ഒരു 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് 2 സൈഡിൽ നമുക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ 2 സൈഡിലും ആ പോയിന്റ്സിൽ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു അറ്റത്ത് കട്ടിട്ട ഭാഗം മുതൽ മറ്റേ അറ്റത്ത് കട്ടിട്ട ഭാഗം വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലീവിൻ്റെ ഒരു സൈഡ് മുഴുവൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്വശത്തും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. പക്ഷെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പ്ലീറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് വേണം താഴെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അതായത് മുകളിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പ്ലീറ്റ്സ് ഇട്ടതെങ്കിൽ താഴെ വരുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 സ്ലീവിലും പ്ലീറ്റ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് ബോർഡർ കൊടുക്കാൻ വേണ്ടി ഇതുപോലൊരു പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചും നീളം എടുത്തിരിക്കുന്നത് 12 ഇഞ്ചുമാണ്. ഇതേ അളവിൽ നമുക്കൊരു ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഈ ഒരു പീസ് ലൈനിങ്ങുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഈ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഷോൾഡറും ഞാനിവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ടോപ്പിൻ്റെ നല്ല വശത്ത് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമുക്കൊന്ന് 2 വശത്തേക്കും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ഒന്ന് മറിച്ചിട്ടിട്ട് സ്ലീവിൻ്റെ അറ്റം മുതൽ താഴെ വരെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ബ്ലൗസിൻ്റെ അടിവശം വന്നിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.